ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാവിലെ തന്നെ അമ്പഴങ്ങ പറിച്ച് അച്ചാറിടണം. അങ്ങനെ ഞാൻ അമ്പഴങ്ങ പറിക്കാനായിട്ട് പോകുന്നതാണ്. നല്ല കിളികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇത്ര അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിന് അച്ചാറിടണം. പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് അമ്പഴങ്ങയായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടമുളക് പറിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് ഉണ്ടമുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഉണ്ടമുളകും അമ്പഴങ്ങയൊക്കെ റെഡിയായിട്ടുണ്ട്. അതിനെ അരിഞ്ഞ് ഉപ്പിട്ട് വെക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. ഉണ്ടമുളക് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ ഇടുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പൊടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, ഉലുവ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അച്ചാറിടാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഉലുവയും കടുകും ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഉണ്ടമുളകും കൂടെ ഇട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്താണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഉലുവ ആദ്യം ഉലുവ ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി ഉലുവപ്പൊടി ഇടേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയ സമയത്ത് നമുക്ക് ഈ പൊടികളൊക്കെ തട്ടിക്കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ചില സ്ഥലത്ത് സുർക്ക എന്നൊക്കെ പറയും. വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ അമ്പഴങ്ങ ഉപ്പിട്ട് വെച്ച് വെക്കുന്നത് തട്ടിക്കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ബൈ.